ഇന്ത്യയും ഫിൻലാൻഡും തമ്മിൽ പുതിയ മൊബിലിറ്റി ധാരണാപത്രം ഒപ്പുവെച്ചതോടെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണലുകൾക്കും വലിയ അവസരങ്ങൾ തുറക്കുകയാണ്. ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്ന് ഫിൻലാൻഡിലേക്ക് വിദ്യാഭ്യാസം, തൊഴിൽ, ഗവേഷണം എന്നിവയ്ക്കായി പോകുന്നവർക്ക് കൂടുതൽ സൗകര്യങ്ങളും പിന്തുണയും ലഭിക്കും. വരും വർഷങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ഫിൻലാൻഡിൽ ഉയർന്ന വിദ്യാഭ്യാസം നേടാൻ സഹായിക്കുന്ന നിരവധി പുതിയ പദ്ധതികൾ അവതരിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫിൻലാൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബ് ഇന്ത്യ സന്ദർശിച്ച സമയത്താണ് ഇരു രാജ്യങ്ങളും ഈ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. മൈഗ്രേഷൻ ആൻഡ് മൊബിലിറ്റി പങ്കാളിത്ത കരാറിന്റെ ഭാഗമായി ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും വിദഗ്ധർക്കും ഫിൻലാൻഡിലെ വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിലേക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും. ഇതിലൂടെ ഇന്ത്യൻ പ്രതിഭകൾക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രവേശനം കൂടുതൽ എളുപ്പമാകുമെന്ന വിലയിരുത്തലാണ് വിദഗ്ധർ നടത്തുന്നത്. ഇന്ത്യയും ഫിൻലാൻഡും തമ്മിലുള്ള അക്കാദമിക് സഹകരണം ശക്തിപ്പെടുത്തുന്നതും ഈ കരാറിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ഇരു രാജ്യങ്ങളിലെയും സർവകലാശാലകൾ തമ്മിൽ സംയുക്ത ഗവേഷണ പദ്ധതികൾ, വിദ്യാർത്ഥി എക്സ്ചേഞ്ച് പ്രോഗ്രാമുകൾ, സംയുക്ത ഡിഗ്രി കോഴ്സുകൾ തുടങ്ങിയവ ആരംഭിക്കാൻ പദ്ധതിയിടുന്നു. ഇതിലൂടെ വിദ്യാർത്ഥികൾക്ക് ആഗോള നിലവാരത്തിലുള്ള വിദ്യാഭ്യാസവും ഗവേഷണ അവസരങ്ങളും ലഭ്യമാകും. വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും ഈ കരാർ വലിയ പങ്കുവഹിക്കും. നിലവിൽ ഏകദേശം $2.6 ബില്യൺ നിൽക്കുന്ന ഇരു രാജ്യങ്ങളുടെയും വ്യാപാരം അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇരട്ടിയാക്കാനുള്ള ലക്ഷ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സാങ്കേതിക വിദ്യ, IT സേവനങ്ങൾ, നവീന വ്യവസായങ്ങൾ, ക്ലീൻ എനർജി തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിലൂടെ സാമ്പത്തിക വളർച്ചയ്ക്കും ഈ കരാർ സഹായകമാകും. വിദ്യാർത്ഥികൾക്ക് ഫിൻലൻഡിൽ പഠനത്തോടൊപ്പം ഇന്റേൺഷിപ്പുകൾ ചെയ്യാനും പഠനം കഴിഞ്ഞ ശേഷം ജോലി കണ്ടെത്താനും കൂടുതൽ അവസരങ്ങൾ ലഭ്യമാക്കാൻ പുതിയ സംവിധാനങ്ങൾ രൂപപ്പെടുത്തും. പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റുകൾ കൂടുതൽ ലളിതമാക്കുന്നതിനും നടപടികൾ ഉണ്ടാകും. നിലവിൽ ഏകദേശം 20,000 ഇന്ത്യൻ പ്രൊഫഷണലുകൾ ഫിൻലൻഡിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഈ കരാറോടെ ആ എണ്ണം വരും വർഷങ്ങളിൽ കൂടുതൽ വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സാങ്കേതിക മേഖലയിലും ഇരു രാജ്യങ്ങളും ശക്തമായ സഹകരണം ലക്ഷ്യമിടുന്നു. 5G, 6G, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിജിറ്റൽ ഇന്നൊവേഷൻ, ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ, ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് തുടങ്ങിയ മേഖലകളിൽ സംയുക്ത ഗവേഷണവും വികസനവും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ മേഖലയിൽ കൂടുതൽ പുരോഗതി കൈവരിക്കുന്നതിനായി ഇരു രാജ്യങ്ങളും ചേർന്ന് ഒരു സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പും രൂപീകരിച്ചിട്ടുണ്ട്. 6G സാങ്കേതിക വിദ്യയുടെ വികസനത്തിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഭാരത് 6G അലയൻസും ഫിൻലൻഡിലെ യൂണിവേഴ്സിറ്റി ഓഫ് ഉലൂം ചേർന്ന് 6G ഗവേഷണത്തിൽ സഹകരിക്കും. ഈ മേഖലയിൽ വിദഗ്ധരെ ഉൾപ്പെടുത്തി ഒരു സംയുക്ത ടാസ്ക് ഫോഴ്സും രൂപീകരിച്ചിട്ടുണ്ട്. അതേസമയം ബഹിരാകാശ സാങ്കേതിക വിദ്യാ മേഖലയിലും പുതിയ സാധ്യതകൾ തുറക്കുകയാണ്. സ്വകാര്യ മേഖലാ കമ്പനികൾക്ക് കൂടുതൽ പങ്കാളിത്തം നൽകുന്നതിനും സ്റ്റാർട്ടപ്പ് കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇരു രാജ്യങ്ങളും പദ്ധതികൾ ആലോചിക്കുന്നു. ഇതിലൂടെ നൂതന സാങ്കേതിക വിദ്യകളിൽ കൂടുതൽ നിക്ഷേപം എത്തിക്കുകയും ആഗോളതലത്തിൽ മത്സരക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം. ഇന്ത്യ ഫിൻലാൻഡ് മൊബിലിറ്റി കരാർ വിദ്യാഭ്യാസം, ഗവേഷണം, സാങ്കേതിക വിദ്യ, വ്യാപാരം തുടങ്ങിയ നിരവധി മേഖലകളിൽ പുതിയ സാധ്യതകൾ സൃഷ്ടിക്കുന്ന ഒരു പ്രധാന ചുവടുവെപ്പായി വിലയിരുത്തപ്പെടുന്നു. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും യുവ പ്രൊഫഷണലുകൾക്കും യൂറോപ്യൻ രാജ്യങ്ങളിൽ അവരുടെ കഴിവുകൾ തെളിയിക്കാൻ ഈ കരാർ വലിയ വാതിൽ തുറക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.